പാക് സുരക്ഷാ സേനയ്ക്ക് നേരെ വൻ ആക്രമണവുമായി ബലൂച്ച് ലിബറേഷൻ ആർമി. മസ്തൂങ്ങിൽ വിമതർ നടത്തിയ മിന്നലാക്രമണത്തിൽ 45-ലധികം പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത്. മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് BLA വക്താവ് അറിയിച്ചു. പാക് ഭരണകൂടത്തിനും സൈന്യത്തിനുമെതിരെ ബലൂചിസ്ഥാനിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ BLA പാക് സൈന്യത്തിനുമേൽ ഏറ്റവും മാരകമായ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. തന്ത്രപ്രധാനമായ മസ്തൂങ് ജില്ലയിലെ ക്വാറ്റ കറാച്ചി ഹൈവേയിൽ കങ് ഉമ്രാണി മേഖലയിലൂടെ കടന്നുപോകുകയായിരുന്ന സൈനിക വ്യൂഹത്തെയാണ് BLAയുടെ സായുധ വിഭാഗമായ ഫത്തേ സ്ക്വാഡ് വളഞ്ഞിട്ടാക്രമിച്ചത്. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ 45-ലധികം സൈനികർ സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടതായും 50-ലധികം പേർക്ക് പരിക്കേറ്റതായും BLA അവകാശപ്പെടുന്നു. സംഭവസ്ഥലത്ത് നിന്ന് തങ്ങളുടെ പോരാളികൾക്ക് പാക് സൈന്യത്തിന്റെ ആയുധങ്ങളും മറ്റ് യുദ്ധസാമഗ്രികളും പിടിച്ചെടുക്കാൻ കഴിഞ്ഞതായും അവർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. സംഭവസ്ഥലത്ത് ഇപ്പോഴും ഇരുവിഭാഗവും തമ്മിൽ കടുത്ത സായുധ പോരാട്ടം തുടരുകയാണ്. മലനിരകളിൽ പ്രതിരോധം തീർക്കുന്ന BLA പോരാളികൾക്കെതിരെ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാൻ പാക് സൈന്യം ശ്രമിക്കുന്നുണ്ടെങ്കിലും കനത്ത പ്രതിരോധമാണ് നേരിടുന്നത്. ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ സൈനികരുടെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം പരിക്കേറ്റവരിൽ സൈനികർക്കൊപ്പം പ്രദേശവാസികളായ സാധാരണക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഈ മാസം ആദ്യം ബലൂചിസ്ഥാനിലെ ലാസ്ബല, സിയാരത്ത് എന്നീ മേഖലകളിൽ BLAയും TTPയും നടത്തിയ സംയുക്ത ആക്രമണങ്ങളിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പകരമായി പാക് സൈന്യം അടുത്തിടെ ബലൂചിസ്ഥാനിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഷബാൻ എന്ന സൈനിക അടിച്ചമർത്തലിനുള്ള ശക്തമായ തിരിച്ചടിയാണ് മസ്തൂങ്ങിലെ ഈ ആക്രമണമെന്നാണ് BLA വ്യക്തമാക്കുന്നത്. ജനം, ഡൽഹി.